നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ നമ്മൾ കാത്തിരിപ്പാണല്ലോ. നാളെയാണ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കുന്നത്. ഇപ്പോൾ റൗണ്ട് ഓഫ് 16 കഴിയുമ്പോൾ ഫിഫ ഒരു ടീം ഓഫ് ദി വീക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. റൗണ്ട് ഓഫ് 16 ടീം ആരൊക്കെയാണ് 11 നോക്കാം. ഗോൾ കീപ്പറായിട്ടുള്ളത് അൽ ഹിലാലിൻ്റെ യാസീൻ ബോനോയാണ്. ഒരു സംശയം വേണ്ട, 10 സേവുകളാണ് അദ്ദേഹം കഴിഞ്ഞ കളിയിൽ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അർഹിക്കുന്ന ഒരു സ്ഥാനമാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. ഡിഫൻസിലേക്ക് നമ്മൾ വരുമ്പോൾ റീസ് ജെയിംസ് ഉണ്ട്, ചെൽസിയുടെ റീസ് ജെയിംസ്. അതുപോലെ തന്നെ ഫ്ലുമിനൻസിൻ്റെ തിയാഗോ സിൽവ മികച്ച പ്രകടനമാണ്. 40കാരനായിട്ടുള്ള തിയാഗോ സിൽവ ഇപ്പോഴും നടത്തുന്നത് എന്നുള്ളതൊരു വിസ്മയമാണ്. അതോടൊപ്പം തന്നെ അൽ ഹിലാലിൻ്റെ ഖാലിദു കൂലിബലി റൗണ്ട് ഓഫ് 16 അൽ ഹിലാലിൻ്റെ വിജയത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ സെനഗലീസ് ഡിഫൻഡർ. ഒപ്പം PSG അഷ്റഫ് ഹക്കീമി. ഇതാണ് ഡിഫൻസിലുള്ള താരങ്ങൾ. മധ്യനിരയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും 2 പേരാണ്. ഒന്ന് ജാവോ നെവസാണ്. PSG സൂപ്പർ താരം ജാവോ നെവസിനൊപ്പം പാൽമിറാസിൻ്റെ താരം ഇപ്പോൾ ഉൾപ്പെടുന്നുണ്ട്. അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. സോ പാൽമിറാസിൻ്റെ താരമായ റിച്ചാർഡ് റിയോസ്, അപ്പോൾ ജാവോ നെവസും റിച്ചാർഡ് റിയോസുമാണ് പ്രധാനപ്പെട്ട മിഡ്ഫീൽഡർമാർ. പിന്നെ ഇരു പാർശ്വങ്ങളിലായിട്ട് കോൾ പാൽമറുണ്ട്. മുന്നേറ്റത്തെ സഹായിക്കാനാണ് കോൾ പാൽമറുണ്ട്. പാൽമർക്കൊപ്പം തന്നെ ഗോൺസാലോ ഗാർഷ്യയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുന്നേറ്റങ്ങൾ നയിക്കാൻ ഹാരി കെയ്നും ഗിറാസിയുമാണ്. അപ്പോൾ ഇതാണ് 11. അപ്പോൾ ചില താരങ്ങളുടെ പൊസിഷൻ്റെ കാര്യത്തിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകാം. പക്ഷേ ഇതാണിപ്പോൾ ഫിഫ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗോൾ കീപ്പറായിട്ട് ബോനോ, ഡിഫൻസിൽ ജെയിംസ്, തിയാഗോ സിൽവ, കൂലിബലി, അഷ്റഫ് ഹക്കീമി, മധ്യനിരയിൽ നെവസും റാമോസും, പിന്നെ മുന്നേറ്റത്തിലൊരു പാർശ്വങ്ങളിലായിട്ട് പാൽമറും ഗോൺസാലോ ഗാർഷ്യയും, മുന്നേറ്റങ്ങളുടെ ചുക്കാൻ പിടിക്കാൻ ഹാരി കെയ്നും ഗിറാസിയും. എന്തായാലും ഇനി ക്വാർട്ടർ ഫൈനലിൽ ആരും കത്തും. കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.